അല്ലെങ്കിൽ പ്രമേഹം. നമ്മുടെ ഇന്ത്യ അതിൽ സെക്കൻഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം. അതേപോലെ തന്നെ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് വരുന്നത്? പലർക്കും ഇതിനൊരു അവയർനെസ് ഇല്ല. അതായത് ഇതിനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ, അത് പ്രോപ്പർ ചെക്ക് ചെയ്യാതെ അവസാനം അത് കോംപ്ലിക്കേഷൻസിലോട്ട് എത്തിയതിന് ശേഷമായിരിക്കും അതിലോട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് അവർ വരുന്നത്. എങ്ങനെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? ഡയബറ്റിസ് ഉള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ടുമുള്ളത്? പിന്നെ ഡയബറ്റിസിൽ ചില മിത്സ്, അതായത് നമ്മളൊരു അന്ധവിശ്വാസം എന്ന് പറയും, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നൊരുക്കേ വരുള്ളൂ. അങ്ങനെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനെ ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം, ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും 1550 BC ആ ഒരു ടൈമിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ സമയത്ത് യൂറിനിൽ കൂടുതലായിട്ടും ഈ ഒരു സ്വീറ്റ്നെസ് കണ്ടുവരുന്നത് കൊണ്ടും യൂറിൻ കൂടുതലായിട്ട് പോവുക, അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകേണ്ട അവസ്ഥ, അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇതേ മൂത്രത്തിൽ കൂടുതലായിട്ട് ഉറുമ്പുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതിൽ സ്വീറ്റ്നെസ് കൂടുതലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഈ ഡയബറ്റിസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൻ്റെ കൂടെ മെലിറ്റസ് എന്ന് പറയുന്നത്, അതായത് തേൻ എന്നാണ്, ഹണി എന്നാണ് മെലിറ്റസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഈ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അമിതമായിട്ട് യൂറിൻ പോവുക, അല്ലെങ്കിൽ അമിതമായിട്ട് ദാഹം ഉണ്ടാവുക, അതേപോലെ തന്നെ അമിതമായിട്ട് വിശപ്പ് ഉണ്ടാവുക, ഇത് മൂന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. അതായത് പോളിഡിപ്സിയ, അതേപോലെ തന്നെ പോളിയൂറിയ, ഇതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. പോളിഫേജിയ, ഇത് മൂന്നുമാണ് ഡയബറ്റിസ് മെലിറ്റസിൻ്റെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ആക്ച്വലി. ടൈപ്പ് 1ഉം അതേപോലെ തന്നെ ടൈപ്പ് 2. ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതായത് ജന്മനാ തന്നെ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥ. എന്താണ് ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അന്നജം, ഗ്ലൂക്കോസ് കയറിക്കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ അത് എനർജി ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് തരാൻ വേണ്ടിയിട്ട് പ്രവർത്തനത്തിലേക്ക് വരുന്ന, ആക്ഷനിലോട്ട് വരുന്ന ആളാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ഉത്തേജമായിട്ട് നമ്മുടെ ശരീരത്തിന് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഇൻസുലിൻ ജന്മനാ തന്നെ കുറവുള്ള കേസുകളാണ്. ജന്മനാ തന്നെ കുറവ് എന്ന് വെച്ചാൽ ജന്മനാ തന്നെ അത് ഉണ്ടാവില്ല. അതാണ് ടൈപ്പ് 1 അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഡയറ്റും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്നല്ല, ഇൻസുലിൻ എന്തായാലും എടുക്കുക തന്നെ വേണം. കാരണം ഇൻസുലിൻ എന്നുള്ളൊരു കണ്ടീഷൻ, ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ ഇല്ല. അതില്ലാതെ പക്ഷം നമ്മുടെ ഭക്ഷണം ദഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇൻസുലിൻ കൂടിയേ മതിയാവും. അപ്പോൾ അവർ ഇഞ്ചക്ഷനാണ് കൂടുതലായിട്ടും അങ്ങനെയുള്ളവരിൽ ടൈപ്പ് 1 എടുക്കുന്നത്. അപ്പോൾ അവർക്ക് മെഡിസിൻസിനേക്കാളും അതായിരിക്കും എഫക്റ്റീവ്, ടൈപ്പ് 1. എന്നാൽ ടൈപ്പ് 2 എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് വരാം. അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കെങ്കിലും, ഒറ്റ സഹോദരന്മാർക്ക് അവർക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യതകൾ 70% കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയിൽ വരുന്ന മാറ്റം, അതായത് അമിതമായിട്ടുള്ള വണ്ണം, അതേപോലെ അമിതമായിട്ടുള്ള ഭക്ഷണം എടുക്കുക, ഓവർ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഭക്ഷണം കൂടുതലായിട്ട് എടുക്കുക, പിന്നെ കൂടുതൽ നടത്തമൊന്നും ഇല്ലാതിരിക്കുക, ഒരേ ഇരുത്തം, അനക്കമൊന്നും ഇല്ലാത്തൊരവസ്ഥ, എക്സസൈസ് ഇല്ല, വാക്കിംഗ് ഇല്ല, ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കുറയും. ഇതിൽ തന്നെ പലർക്കുള്ളൊരു അന്ധവിശ്വാസമാണ്, അതായത് ഷുഗർ എന്ന് പറയുന്നത് തടിയുള്ളവർക്ക് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അങ്ങനെയല്ല, തടിയുള്ളവർക്ക് ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ച് മെലിഞ്ഞവർക്ക് ഷുഗർ വരില്ല എന്നല്ല. കാരണം പാരമ്പര്യമായിട്ടും അതേപോലെ തന്നെ ഇപ്പോൾ ശരീരം, അവരുടെ മെറ്റബോളിസം അങ്ങനെ ആയിരിക്കാം. അതായത് എന്ത് കഴിച്ചാലും തടി വരാത്ത പ്രകൃതമാവാം. എന്ന് വെച്ച് ഫാസ്റ്റ് ഫുഡും അമിതമായിട്ടുള്ള കലറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒരു 35-40 കടന്ന്
കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷുഗർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു അന്ധവിശ്വാസം മാത്രമാണ്. അതേപോലെ തന്നെ ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് ഷുഗർ, അതായത് നമ്മൾ പഞ്ചസാര അധികം കഴിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് വന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പഞ്ചസാര കഴിച്ചത് കൊണ്ട് മാത്രമല്ല അങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റം, ജനിതകപരമായിട്ടുള്ള പ്രശ്നം, അമിതമായിട്ടുള്ള വണ്ണം, ഇതൊക്കെയാണ് കാരണങ്ങൾ. അതായത് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ വരാനായിട്ടുള്ള കാരണങ്ങൾ, അല്ലാതെ പഞ്ചസാര അധികം കഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. അതേപോലെ വേറൊരു മിത്ത് എന്ന് പറയുന്നത് ഷുഗർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റിസ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയല്ല. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും ഗ്ലൂക്കോസ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസെമിക് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഷുഗർ കൂടിയതിനേക്കാൾ അപകടകാരിയാണ് ഷുഗർ കുറയുന്നത്. നമ്മുടെ ബ്രെയിനിന് ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഇത് കിട്ടാതെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡള്ളാവും. നമുക്ക് ഒന്നും തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് നാവൊക്കെ സംസാരിക്കാനായിട്ട് വഴങ്ങില്ല, കൈയും കാലും കുഴയുന്ന പോലെ, ഏകദേശം മരണവെപ്രാളെന്നൊക്കെ പറയില്ല, ആ ഒരു കണ്ടീഷനിൽ എത്തും ഈ ഹൈപ്പോഗ്ലൈസെമിക് എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് നോക്കി അതിന് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർക്ക് ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കണം. കാരണം 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനേക്കാൾ താഴെ ഷുഗർ ലെവൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസെമിക് ആണ്. തീർച്ചയായിട്ടും അവരുടെ ബ്രെയിനിനെ അത് എഫക്റ്റ് ചെയ്യും. അത് ഒരുപാട് നേരം അങ്ങനെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെത്ത് വരെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ മരുന്ന് എടുക്കുന്നവർ കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാരയും ഷുഗറും ഒഴിവാക്കണമെന്നില്ല. പിന്നെ അതേപോലെ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ മിത്ത് എന്ന് പറയുന്നത്, അതായത് ഡയബറ്റിസ് ഉള്ളവർ, പ്രമേഹമുള്ളവർ, അവർ ഒഴിവാക്കുന്ന മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ചായ, അതേപോലെ കാപ്പി, അതിൽ പഞ്ചസാര കുടിക്കില്ല. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ അവർ പറയും, ഡോക്ടറെ ഞങ്ങൾ ചായ കാപ്പിയിൽ പഞ്ചസാര ഇടുകയില്ല കേട്ടോ, ചായയും കാപ്പിയിൽ ഇടില്ല, എന്നാൽ മധുരങ്ങളൊക്കെ വേറെ മധുരപലഹാരങ്ങൾ എടുക്കും, അതേപോലെ അരിഭക്ഷണം 3 നേരം അതൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ പഞ്ചസാര ഉപയോഗിക്കില്ല ഞങ്ങൾ. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളതാണ് മൈൻഡിൽ ആദ്യം വരുന്നത്. എന്നാൽ അന്നജം ഒഴിവാക്കേണ്ടതാണ് ആദ്യം വേണ്ടത്. അന്നജം കുറയ്ക്കണം, അന്നജത്തിൻ്റെ ആ ഒരു ഇൻടേക്ക് കുറയ്ക്കണം. അപ്പോൾ പ്രമേഹം ഉള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു പ്ലേറ്റിനെ ഒരു അര ഭാഗമായിട്ട് വിഭജിക്കാം, 4ആയിട്ട് വിഭജിക്കും. അതിൽ തന്നെ ഇതിൽ അര പോർഷൻ 50% പച്ചക്കറികളാണ് എടുക്കേണ്ടത്. ഈ പച്ചക്കറികൾ തന്നെ 2 ഭാഗമായിട്ട് നമ്മൾ വിഭജിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ച പച്ചക്കറിയും വേവിക്കാത്ത പച്ചക്കറിയും. ഈ പച്ചക്കറികൾ കൂടുതൽ എടുക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പച്ചക്കറികൾ ഇപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് നല്ല കൂടുതലായിട്ട് എടുത്താൽ തന്നെ ഒരു 15 കാലറി 20 കാലറി അത്രയ്ക്കേ അതിൽ വരുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ഓയിലി ഫുഡാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അന്നജം 2 ഇഡ്ഡലി അതിലൊക്കെ തന്നെ 300 കാലറി അങ്ങനെ വരുന്നുണ്ടാവും പെട്ടെന്ന്. അപ്പോൾ കാലറി കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ് അന്നജത്തിൽ, അതേപോലെ തന്നെ ഫാറ്റിലൊക്കെ. എന്നാൽ പച്ചക്കറികളിൽ അത് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് അര ഭാഗം നമ്മൾ വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ബാക്കി 1/4 പോർഷന് നമ്മൾ പ്രോട്ടീനാണ് എടുക്കേണ്ടത്. ഈ പ്രോട്ടീനിൽ നമ്മൾ ചെറുമത്സ്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മുട്ട എടുക്കാം, പയറുവർഗ്ഗങ്ങൾ അതൊക്കെ തന്നെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ള ഒരു 1/4 ഭാഗം എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. അത് മുഴുധാന്യങ്ങളായിട്ട് എടുക്കാം, ചെറുധാന്യങ്ങൾ എടുക്കാം, ചപ്പാത്തി, ഇങ്ങനെ ഒരു പ്ലേറ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ 3 നേരം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ ഷുഗർ ഉണ്ട്, അതായത് പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവരാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ദിവസവും 40 മിനിറ്റ് നേരം വാക്കിംഗ്. കാരണം ഈ വാക്കിംഗ് നിർബന്ധമായിട്ട് പറയാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി. അതായത് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഉണ്ട്, എന്നാൽ അതിൻ്റെ ആ ഒരു ആക്ഷൻ ലെവൽ കുറയാണ്, സെൻസിറ്റിവിറ്റി കുറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തിലെ പോർഷൻ കൺട്രോൾ പറയുന്നത്. അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻസുലിൻ ഉടനെ തന്നെ അതിൻ്റെ ആക്ഷനിലോട്ട് കടക്കും. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഒരു പരിധിക്ക് കവിഞ്ഞു വരുമ്പോൾ ഇൻസുലിൻ്റെ ആക്ഷൻ ക്രമേണ അത് കുറയാനായിട്ട് തുടങ്ങും. ഇൻസുലിൻ ചുരന്ന് അതിൻ്റെ ആ ഒരു ലെവല് സെൻസിറ്റിവിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് പോർഷൻ കൺട്രോൾ എപ്പോഴും പറയുന്നത്. നടത്തം വളരെയധികം ഇമ്പ്രൂവൈസ് ചെയ്യും. നമ്മുടെ എക്സസൈസ് നമ്മൾ ചെയ്യും തോറും നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് ചെറിയ തോതിൽ ഗ്ലൂക്കോസ് വന്നാൽ തന്നെ ഇൻസുലിൻ പെട്ടെന്ന് ആക്ഷനിലോട്ട് വരാൻ സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ നമുക്ക് ലേറ്റ് നൈറ്റ് ഭക്ഷണം, അതായത് രാത്രി വൈകിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ്
കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി 30 കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് വരാതിരിക്കാനും പ്രമേഹം വരാതിരിക്കാനും സഹായകരമാവുന്ന ഒന്നാണ്. കാരണം 30+, പലരും ഒരു മിഥ്യാധാരണയാണ് നമുക്ക് 30 ആണെങ്കിലും 35 ആണെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ടെസ്റ്റ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു. പക്ഷേ 35 കഴിഞ്ഞ ആളുകളിലെ എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി, ജനിതകപരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ HbA1c ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും 3 മാസത്തിൻ്റെ ആവറേജ് HbA1c നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ, അതായത് ഫ്യൂച്ചറിൽ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ടോ, ഇപ്പോൾ ഡയബറ്റിസ് ഉണ്ടോ, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. ഇനി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം കൺഫേം ആയവർ മരുന്ന് എടുത്ത ഉടനെ തന്നെ ഡോക്ടർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോൾ വരുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പം മരുന്നിൻ്റെ ആക്ഷൻ അത് ശരീരത്തിൽ പിടിച്ചു വരണം, അതൊന്ന്. രണ്ടാമത് ഈ വാക്കിങ്ങും എക്സസൈസും അതേപോലെ പോർഷൻ കൺട്രോളൊക്കെ അവർ ഇപ്പോഴായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അവരുടെ ആ ഒരു HbA1c എന്ന് പറയുന്നത് ചിലപ്പോൾ 12 11 അത്രയും ഹൈ ആയിരിക്കും. കാരണം HbA1c എന്ന് പറയുന്ന 6ൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ളത് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഓൾ ഓൺ എ സ്ട്രെച്ച്, ഒരു ദിവസത്തിൽ എക്സസൈസ് ചെയ്ത് ഒരു ദിവസത്തിൽ ഭക്ഷണം ക്രമീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, കൺസിസ്റ്റൻസി സ്ഥിരമായി അത് ചെയ്യുമ്പോഴാണ് നമുക്കത് നല്ല മാറ്റം വരാനായിട്ട് സാധ്യത. ഇനി പുരുഷന്മാരിലും സ്ത്രീകളിലും ചില നമ്പേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതായത് 30, 40, അതേപോലെ 70, 80, 90. ഇതിൽ 30 എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ചുറ്റളവ്. സ്ത്രീകളിൽ കഴുത്തിൻ്റെ ചുറ്റളവ് 30 ആ ഒരു റേഞ്ചിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ വരാനായിട്ടുള്ള പ്രമേഹം വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പുരുഷന്മാരിൽ ഈ ഒരു കഴുത്തിൻ്റെ ആ ഒരു അളവ് 40 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പ്രമേഹം എന്നുള്ളത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി 70% ആളുകളിലും ഈ ഡയബറ്റിസ് വന്നവരിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയബറ്റിസ് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇത് 3ആണ്. എല്ലാവർക്കും ഈ 3ഉം കണ്ടുവരണമെന്നില്ല. ചിലർക്ക് അത് നെഫ്രോപ്പതി, അതായത് കിഡ്നിനെ ആയിരിക്കും ബാധിക്കുന്നുണ്ടാവും. ഷുഗർ ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ മൂത്രത്തിലെ പത വരിക, മൈക്രോ ആൽബമിൻ്റെ ലെവൽ കൂടുക, ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുക, അങ്ങനെ കിഡ്നിനെ ആയിരിക്കും ചിലർക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ചിലർക്ക് ബാധിക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് കാലിലെ തരിപ്പ്, കാലിൽ ഫുള്ള് വേദന, ഞരമ്പിലാണ് കൂടുതലായിട്ടും അവർക്ക് എഫെക്ഷൻസ് ഉണ്ടാവുക. ഇതിൽ തന്നെ ED എന്ന് പറയുന്ന ഉദ്ധാരണക്കുറവും ഈ ഒരു ഷുഗർ കൺട്രോളിലല്ലാതെ വരുമ്പോൾ ചില ആണുങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന നമ്മുടെ കണ്ണുകളിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്, കണ്ണുകളുടെ കാഴ്ച ശക്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അതായത് ഷുഗർ കൺട്രോളല്ല എന്നുണ്ടെങ്കിൽ കാഴ്ച മങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ ഷുഗർ കൺട്രോൾ ആയാൽ മാത്രമേ ആ ഒരു കാഴ്ച നമുക്ക് പഴയ രീതിക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കോംപ്ലിക്കേഷൻസും വരണമെന്നില്ല. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ ജനിതകപരമായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ കിഡ്നിയുടെ അഫെക്ഷൻസ് ആണ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കിഡ്നിയുമായിട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിരിക്കും വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് CKD വരാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതൽ. അല്ല ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖമാണ് ഫാമിലിയിൽ കണ്ടുവന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് അവർക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഞാൻ പറഞ്ഞത് ഈ നൈറ്റ് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഇവർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്, സ്ലീപ്പ് ഹോർമോണാണ്. അതായത് രാത്രിയായി നമ്മുടെ ശരീരം ഷട്ട് ഡൗൺ ആക്കാൻ പോവാണ്, സ്ലീപ്പ് മോഡിലോട്ട് പോവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്, നമ്മുടെ ശരീരത്തിന് കിട്ടുന്നൊരു അലാറമാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇരുണ്ടതോടുകൂടി തന്നെ, സന്ധ്യ ആവുന്ന ഒരു ടൈമോട് കൂടി തന്നെ മെലാറ്റോണിൻ്റെ ഹോർമോണൽ ആക്ഷൻ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ പോകുന്ന സിഗ്നൽ എന്താ, ബ്രെയിനിലോട്ട് പോകുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ശരീരം എല്ലാം ഷട്ട് ഡൗൺ ആക്കാൻ പോവുകയാണ്. കമ്പ്യൂട്ടർ എങ്ങനെയാണോ ഷട്ട് ഡൗൺ ആക്കാൻ പോകുന്നത്, അതേപോലെ നമ്മുടെ ശരീരം ടോട്ടൽ പ്രോസസ്സ് ഷട്ട് ഡൗൺ ആക്കാൻ പോവുകയാണ്. ഇനി ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് ഇൻസുലിൻ്റെ ആക്ഷൻ കുറച്ചോളൂ എന്ന് പറഞ്ഞ് ബ്രെയിൻ നമ്മുടെ പാങ്ക്രിയാസിലോട്ട് സിഗ്നൽ തരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലേറ്റ് നൈറ്റ്, അതായത് വൈകിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊത്തുള്ള ഇൻസുലിൻ്റെ ആ ഒരു സെക്രീഷൻ പ്രോപ്പറായിരിക്കില്ല. ഇത് തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതേപോലെ ക്രമേണ ഡയബറ്റിക് ആവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്ലേറ്റിംഗ് മെത്തേഡ് ശ്രദ്ധിക്കുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് അമിതമായിട്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമാണ്. കാരണം നമ്മൾ ഇത്രയധികം ഇപ്പോൾ ഒരു 300 ഗ്രാം 400 ഗ്രാം പച്ചക്കറി കഴിച്ചാലും അതിൻ്റെ കാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു 5 ml നമ്മൾ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, ഇനി അതല്ല
റീഫൈൻഡ് ഓയിൽ, ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും ഒരു ടീസ്പൂണിൽ തന്നെ 50ഉം 55ഉം കാലറി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു സ്നാക്ക് എന്ന രീതിക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ എടുക്കാനായിട്ട് പറ്റും. ഫൈബർ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, പാക്കറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഷുഗർ കണ്ടൻറ്റും കൂടി ഒന്ന് നോക്കണം. കാരണം ചിലപ്പോൾ ഫൈബർ എന്ന് പേരായിരിക്കാം, പക്ഷെ അതിൽ ഫുള്ള് ഷുഗർ കണ്ടൻറ്റ് ആയിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് പേരക്ക എടുക്കാവുന്നതാണ്, അതേപോലെ തന്നെ പപ്പായ എടുക്കാവുന്നതാണ്. പപ്പായ, അതേപോലെ പേരക്ക, ഇതൊക്കെ തന്നെ ഇടയിലൊരു സ്നാക്കായിട്ട് എടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു പ്രമേഹമുള്ളവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഫാസ്റ്റിംഗ് മോഡിലോട്ട് പോകാന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസിനെ കുറിച്ച്, അതിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.